ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജനായിസ് സബഖ് 36. വസലഫൻ വദുഖ്റൻ. ആ കുട്ടിയെ ഒരു മുൻഗാമിയും സൂക്ഷിപ്പുതൊത്തും ആക്കണേ. ബിൽ മുഅ്ജമത്തി, ദുഖ്റൻ എന്നുള്ള പുള്ളിയുള്ള ദാലുണ്ട്. ഇവിടെ ശുബ്ബിഹ തഖദ്ദുമുഹു, ആ കുട്ടിയുടെ മുൻകടക്കലിനെ, ലഹുമാ മാതാപിതാക്കൾക്ക് മുന്നേ പോയതിനെ എന്താണ് തശ്ബീഹാക്കി. എന്തിനോട്? ബിഷൈഇൻ നഫീസിൻ, ഒരു നഫീസായ വിലപിടിപ്പുള്ള ഒരു വസ്തുവിനോട് തശ്ബീഹാക്കപ്പെട്ടു. അത് യക്കൂനു, എന്താണ് അത് അമാമഹുമ, ആ കുട്ടി എന്ത് ചെയ്യും? അവരുടെ രണ്ടിൻ്റെയും മുന്നിലാകും. മുദ്ദഖറൻ, അതുതന്നെ സൂക്ഷിക്കപ്പെട്ടതുമാകും. ഇല വക്തി ഹാജത്തിഹിമ, ആ രണ്ട് മാതാപിതാക്കൾ ആവശ്യമാകുന്ന സമയത്തിലേക്ക്, ലഹു ആ കുട്ടിയിലേക്ക് ആവശ്യമാകുന്ന സമയത്തിലേക്ക് സൂക്ഷിക്കപ്പെട്ടതുമാകും. എന്തുകൊണ്ട് ആവശ്യമാകും? ബി ഷഫാഅത്തിഹി ലഹുമ, ആ കുട്ടി അവർക്ക് രണ്ടുപേർക്കും ഷഫാഅത്ത് ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മുദ്ദഖറായ സൂക്ഷിക്കപ്പെടുന്നതായതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ദുഖറൻ എന്ന അതിനോട് തശ്ബീഹാക്കി പറഞ്ഞത്. സമസഹ, അങ്ങനെ ശുപാർശ ചെയ്യുമെന്ന് ഹദീസ്, സഹിഹായ ഹദീസിൽ വന്നതുപോലെ. വഇളത്തൻ, ഉപദേശവുമാക്കണേ, ഉപദേശകനാക്കണേ. ഇസ്മുൽ മസ്തർ അല്ലദി ഹുവൽ വാള്, വാള് എന്നതായ മസ്തറിന്റെ ഇസ്മാണ്, ഇസ്മു മസ്തറാണ്. ഐ വാഇളൻ, ഉപദേശകൻ. വഫീ ദിക്രിഹി, ഈ ഇളത്തൻ എന്നിവിടെ ദുആയിൽ വന്ന് പറഞ്ഞതിലുണ്ട്. എഅ്തിബാറൻ, ശേഷം പറയുന്ന എഅ്തിബാറൻ എന്നതുപോലെ അതിനെയും പറയുന്നതിൽ ഉണ്ട്. ഏത് നിലയിൽ? അത് മാത്ത, ഈ മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെട്ടു പോയി. അവഹദുമ, അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ മരണപ്പെട്ടു പോയി. കബിലഹു, ഈ കുട്ടിക്ക് മുമ്പ് മരണപ്പെട്ടു പോകുമ്പോൾ പിന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിലുണ്ട് നദറുണ്ട്. കാരണം എന്താ? ഇതിൽ വാഴ്, ഈ വാഴ് എന്ന് പറഞ്ഞാൽ തദ്കീറു ബിൽ അവാഖിബി, അന്ത്യം നന്നാവൽ കൊണ്ടുള്ള ഉപദേശമാണ്, ഓർമ്മപ്പെടുത്തലാണ്. കല്ലേത്തിബാരി, ഏത്തിബാർ പോലെ അത് അവാഖിബിനെ കൊണ്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ വഹാദ, അതിവിടെ എന്താണ്? ഖദിൻ ഖത്താ ബിൽ മൗത്തി, ആ തദ്കീർ ഇവിടെ എന്ത് ചെയ്തു? ഈ മാതാപിതാക്കളുടെ മരണം കൊണ്ട് എന്ത് ചെയ്തു? മരണം കൊണ്ട് അത് മുറിഞ്ഞുപോയി. അപ്പം പിന്നെ ഇത് പറയുന്നൊരു ഫായതയില്ലല്ലോ എന്നാ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഉരീദ ബിഹിമ, അപ്പോൾ ഇനി അത് രണ്ടുകൊണ്ടും ഈ ഇളത്തിബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ എന്തിനെ? ഓയത്തുഹുമ, അതിൻ്റെ രണ്ടിൻ്റെയും ഓയത്ത്, അതെന്താ? മിനൽ ലഫ്രി ബിൽ മത്ലൂബി, ഈ മത്ലൂബി തേടപ്പെടുന്ന കാര്യം കൊണ്ടുള്ള ലഫർ, വിജയം, അത് അതിൻ്റെ ഹൈറും അതിൻ്റെ സവാബും ഒക്കെ കിട്ടുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഇത്തജഹദാലിക്ക, അപ്പോൾ എന്താണ്? അതിന് ന്യായമുണ്ട്. അല്ലാതെ പറയുവാണെങ്കിൽ അവിടെ ഒരു നദറുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇനി അത്തിബാറൻ യഅ്തബിറാനി ബി മൗതിഹി വ ഫഖ്ദിഹി, ആ കുട്ടിയുടെ മരണവും ആ കുട്ടിയുടെ വിയോഗവും കൊണ്ട് പിന്നെ അവർ രണ്ടും പാഠം ഉൾക്കൊള്ളും. ഹത്താ യഹ്മിലഹുമാ ദാലിക അലാ അമലിൻ സാലിഹിൻ, അത്രത്തോളം അത് അവരുടെ ആ മരണം, ആ കുട്ടിയുടെ മരണം അവർ രണ്ടുപേരെയും സാലിഹായ കർമ്മങ്ങളുടെ മേൽ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രേരിപ്പിക്കുന്ന നിലയ്ക്ക്. പിന്നെ വശഫീഅൻ, ശുപാർശകനുമാക്കണേ. വസഖിൽ ബിഹി, ഐ ബി സവാബി സ്വബിരി, ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം കാരണം ഭാരമാക്കണേ. അലാ ഫഖ്ദിഹി, ആ കുട്ടിയുടെ വിയോഗത്തിൻ്റെ മേൽ ക്ഷമിച്ചതിന്. അവിൽ റിളാബിഹി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിയോഗം കൊണ്ട് തൃപ്തിപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് പിന്നെ ഭാരമാക്കണേ. മവാസീനഹും, അവർ രണ്ടിൻ്റെയും മീസാനിനെ. വഅഫ്രിഖ് സ്വബ്റ അലാ ഖുലൂബിഹിമ, അവർ രണ്ടിൻ്റെയും ഹൃദയത്തിൻ്റെ മേൽ സ്വബറിനെ, ക്ഷമയെ ചൊരിച്ചു കൊടുക്കണേ. അതാ ഈ അഫ്രിഖ് സ്വബ്റ എന്ന ആ വാചകം, അത് ലായത്ത ഇല്ലാ ഫി ഹയ്യിൻ, ജീവിച്ചിരിക്കുന്ന ആളിലല്ലാതെ അത് വരില്ല എന്ന്. അപ്പോൾ അത് ആ പറഞ്ഞതിൻ്റെ ഓയത്താണ് മുമ്പ് പറഞ്ഞതുപോലെ. അതിൻ്റെ മുറാദ്, അതിൻ്റെ ഓയത്ത്, അതിൻ്റെ സവാബാണ് ഉദ്ദേശമെങ്കിൽ ആ ക്ഷമിച്ചാലുള്ള ആ സവാബാണെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ പിന്നെ ഹയ്യിലല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വരും. അത് ഷെർവാനിലൂടെ പറയുന്നുണ്ട്. പിന്നെ സാദഫിർ റൗലത്തി റൗലയും റൗല അല്ലാത്ത ഗ്രന്ഥങ്ങളിലും ഫർദി കൂട്ടിക്കൊടുത്തു. വല തഫ്തിൻഹുമ ബഅദഹു, ആ കുട്ടിക്ക് ശേഷം അവരെ രണ്ടുപേരെയും ഫിത്നയിലാക്കരുത്. വല തഹരിമുഹുമ അജ്റഹു, ആ കുട്ടിയുടെ ക്ഷമിച്ചതിന്റെ പ്രതിഫലത്തെ അവർക്ക് രണ്ടുപേർക്കും തടയരുത് എന്ന് ഇയാൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്യാനു ഹാദ, ഈ പറഞ്ഞതിനെ കൊണ്ടുവരൽ ഫിൽ മയ്യിത്തൈനി, മരിച്ച മാതാപിതാക്കളിൽ ഇതിനെ പറയുക എന്നുള്ളത് അത് സഹീഹുൻ, അത് സഹീഹാണ്, ശരിയാണ്. കാരണം എന്താ, ഇതിൽ ഫിത്നത്തു, ഫിത്ന എന്നുള്ളത് യുക്കന്ന ബിഹ അനിൽ അദാബി, അദാബിനെ തൊട്ട് കിനായത്താക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഫിത്ന കൊണ്ട് കിനായത്താക്കി പറയലുണ്ട്. അപ്പോൾ അവർക്ക് ഖബറിലുള്ള അദാബിലാക്കരുത് എന്നർത്ഥം. വല തഫ്തിൻ ഹുമ ബഅദഹു എന്നുള്ളത്. വദാലിക, ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രാർത്ഥന അതിൽ ഈ ഉറൂദിൽ അംരി ബിദ്വാഇ അബവൈഹി, മാതാപിതാക്കൾക്ക് വേണ്ടി പിന്നെ അവൻ്റെ രണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ കൊണ്ടുള്ള കൽപ്പന വാരിതായതിനു വേണ്ടി. എങ്ങനത്തെ ദുആ ബിൽ ആഫിയത്തി റഹ്മത്തി, ആഫിയത്തും റഹ്മത്ത് കൊണ്ടും ദുആ എന്ത് ചെയ്തിട്ടുണ്ട്, ദുആ കൊണ്ടുള്ള കൽപ്പന വാരിതായിട്ടുണ്ട്. വലാ യദുറു ളുഅഫു സനദിഹി, ആ ഹദീസിന്റെ സനദിന്റെ ബലഹീനത അത് ബുദ്ധിമുട്ടാകുകയില്ല. കാരണം അന്നഹു ഫിൽ ഫളാഇലി, കാരണം ഇത് ഫളാഇൽ അമാലിൽ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫളാഇൽ അമാലിൽ ലൈഫായ അമല് കൊണ്ട് അമല് ചെയ്യാം. ഇനി വയഖൂലു ഫി റാബിയത്തി, നാലാം തക്ബീറിൽ പറയണം നദ്ബൻ സുന്നത്തായിട്ട്, അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു, അവിടെ തഹരിംന എന്നും വായിക്കാം, അതുപോലെ തന്നെ തുഹരിംന എന്നും വായിക്കാം. ബി ലമ്മി അവ്വലിഹി വ ഫത്ഹിഹി, ആദ്യത്തേന് ലമ്മ് കൊണ്ട് ഫത്ഹ് കൊണ്ടും വായിക്കാം. എന്നാൽ അവിടെ ഷെർവാനിൽ പറയുന്നുണ്ട് ഫത്ഹ് കൊണ്ട് വായിക്കലാണ് അഫ്സഹ്. ലമ്മ് കൊണ്ട് വായിക്കുമ്പോൾ എന്താണ്, ഹറമ യുഹരിമുന്റെ ലാ തുഹരിംനാന്ന്. ഫത്ത് കൊണ്ട് വായിക്കുമ്പോൾ അല്ല, അങ്ങനെ അഹറമ യുഹരിമു, അപ്പോൾ തുഹരിംന. പിന്നെ ഫത്ത് കൊണ്ട് വായിക്കുമ്പോൾ ഹറമ യഹരിമു, അപ്പോൾ ലാ തഹരിംന. അങ്ങനെ ലാ തഹരിംന അജ്റഹു, ആ ഫത്ത് കൊണ്ട് വായിക്കലാണ് അഫ്സഹ്. വലാ തഫ്തിന്ന ബഅദഹു ഐ ബിർതികാബിൽ മആസി, ആ കുട്ടിക്ക് ശേഷം പിന്നെ ഞങ്ങളത് ഫിത്നയിലാക്കരുത് എന്നുള്ളത്. ഐ ബിർതികാബിൽ മആസി, ദോഷങ്ങൾ പ്രവർത്തിക്കലുണ്ട്. അനലി അന്നഹു സഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദുഹു ബിഹി ഫി സ്വലാത്തി അലൽ ജനായിസി, ജനാസ നിസ്കാരത്തിൽ, ജനാസയുടെ മേലുള്ള നിസ്കാരത്തിൽ ഈ പ്രാർത്ഥനിതങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു എന്ന ഹദീസ് സഹിയായതിനു വേണ്ടി ഈ ദുആ എന്താണ്, സുന്നത്താണ്. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിലുണ്ട് വലാ തുളില്ലന ബഅദഹു എന്നൊരു റിവായത്തുണ്ട്. സാദ ജം എന്നാ ഒരു വിഭാഗം ഉലമാക്കൾ എന്ത് ചെയ്തു, ഫുഖഹാക്കൾ കൂട്ടിക്കൊടുത്ത് ജാസ്തിയാക്കി വഖ്ഫില്ലന വലഹു എന്നതും കൂടി. വസഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുതവ്വിൽ ദുആ അഖിബർ റാബിയത്തി, നാലാമത്തെ തക്ബീറിന്റെ ഉടനെയുള്ള ദുആഇനെ ദീർഘിപ്പിക്കുമായിരുന്നു എന്നുള്ള ഹദീസ്. അപ്പോൾ യുസന്നു ദാലിക, അപ്പോൾ ആ ദീർഘിപ്പിക്കൽ എന്താണ്, സുന്നത്താണ്. അപ്പോൾ അത് ഈ മയ്യത്ത് തഗയ്യുറാവുകയോ ഇൻഫിജാറാവുകയോ ഒന്നും പേടിച്ചിട്ടില്ല എങ്കിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ റുക്നുകളുടെ മേൽ തന്നെ ചുരുക്കണമെന്നാണ്. അപ്പോൾ അല്ലാത്തപ്പോൾ എന്താണ്, സുന്നത്താണ് ദീർഘിപ്പിക്കൽ. കീല പറയപ്പെട്ടു ലാബിത്തു തത്വീലി, ഇവിടെ ഈ നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള ഈ ദുആയിൽ ദീർഘിപ്പിക്കുന്നതിൻ്റെ പരിധി അതെത്രയാണ്, ഐ അൽ ഹഖഹ ബി സാനിയത്തി, രണ്ടാമത്തെ തക്ബീറിന് ശേഷമുള്ളതിനോട് അതിനെന്ത് ചെയ്യുക, പിന്നെ ചേർക്കുക. അപ്പോൾ അത്രയും എന്ത് ചെയ്യാൻ, ദീർഘിപ്പിക്കാമെന്ന് അർത്ഥം.
ആണല്ലേ അന്നഹ അഖഫുൽ അർക്കാനി റുക്കനിൽ ഏറ്റവും അഖഫായതാണ് അത്. അപ്പോൾ അതിനോട് എന്ത് ചെയ്യുക, പിന്നെ ചേർക്കുക ഇന്ദഹ എന്ന് ഒരു ഖീല. വഹുവ ആ ഖീല എന്താണ്? തഹക്കുമുൻ ഗൈറു മർദിയൻ, അതൊരു തൃപ്തിയല്ലാത്തതായ ഒരു ഹുക്കുമോർത്തിലാണ്, തഹക്കുമാണ്. ബൽ എന്നല്ല ലാഹിറു കലാമിഹിം, ബൽ മറിച്ച് ലാഹിറു കലാമിഹിം, ആ ഫുഖഹാന്റെ കലാമിന്റെ ലാഹിർ ഇൽഹാഖുഹ, ഈ പറഞ്ഞ നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള ദുആഇന്റെ തത്വീലിനെ ചേർക്കുക, ബിസാലിസത്തി മൂന്നാമത്തതിനോട് ചേർക്കുക എന്നതാണ് ലാഹിർ. ഔ തത്വീലുഹ അലൈഹ, അല്ലെങ്കിൽ ആ മൂന്നാമത്തതിനേക്കാളും അതിനെ ദീർഘിപ്പിക്കുക എന്നതാണ് അതിന്റെ ലാഭിത്ത്. മറ്റേത് മർദിയല്ലാത്ത തഹക്കുമാണെന്ന്. ഇനി വലോ തഖല്ലഫൽ മുഖ്തദി, ഇനി ജനാസ നിസ്കാരത്തിൽ തുടരുന്ന ഒരാളെന്ത് ചെയ്തു? പിന്തി, ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ പിന്തി നിന്നാൽ, എന്നിട്ട് ഫലം യുക്കബിർ, എന്നിട്ട് ആ മുഖ്തദി തക്ബീർ ചൊല്ലിയില്ല, ഹത്താ കബ്ബറ ഇമാമുഹു ഉഖ്റ, അവന്റെ ഇമാമ് മറ്റൊരു തക്ബീർ തുടങ്ങുന്നത് വരെ, ഐ ശറഅ ഫീഹ, മറ്റൊരു തക്ബീറിൽ തുടങ്ങുന്നത് വരെ ഇവൻ തക്ബീർ ചൊല്ലിയിട്ടില്ല എങ്കിൽ ബതലത്ത് സ്വലാത്തുഹു, ഇവന്റെ നിസ്കാരം ബാത്തിലാകും. മറ്റൊരു തക്ബീർ എന്ന് പറഞ്ഞാൽ അവിടെ ഷെർവാനി എഴുതി വലാഹിറുൻ അന്നൽ ഉഖ്റ, ഈ മറ്റൊരു തക്ബീറിൽ ഇമാമ് തക്ബീർ മറ്റൊരു തക്ബീറിലേക്ക് തുടങ്ങുക എന്നതുകൊണ്ടുള്ള ഉഖ്റ ലാ തതഹഖഖു, അത് എന്താവൂല, ഉറപ്പാകൂല. ഇദാ കാന മഅഹു ഫിൽ ഊല, ഒന്നാമത്തെ തക്ബീറിൽ ഈ ഇമാമിനോടൊപ്പം ഈ മുഖ്തദി ഉണ്ടായാൽ അത് തഹഖഖാവൂല, ഇല്ലാ ബി തക്ബീറത്തി സാലിസത്തി, മൂന്നാമത്തെ തക്ബീർ കൊണ്ടല്ലാതെ. അപ്പോൾ ഒന്നാമത്തെ തക്ബീറിൽ ഇമാമിന്റെ കൂടെ തുടർന്നിട്ടുണ്ട്, പക്ഷെ രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ തക്ബീർ ഇമാമു ചൊല്ലിയിട്ടും ഈ മാമൂം എന്ത് ചെയ്തിട്ടില്ല, രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയിട്ടില്ല എങ്കിലാണ് അപ്പോൾ ആ രൂപം വരുന്നത്. കാരണം ഫൈനൽ മാമൂമ യുത്ലബു മിൻഹു അൻ യതഅഖറൻ തക്ബീർ ഇമാമി, മാമൂം എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ തക്ബീറിനെ തൊട്ട് പിന്തൽ തേടപ്പെട്ട ആളാണ്. അപ്പോൾ ഇദാ ഖറഅൽ ഫാത്തിഹത മാഹു, ഇമാമിനോടൊപ്പം ഇവൻ ഫാത്തിഹ ഓതി, വകബ്ബർ ഇമാമു സാനിയത, ഇമാമ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ ലാ യുഖാലു സബഖുഹു ബിശൈഇൻ, അപ്പം എന്തില്ല, ഇമാം ഇവനെ ഒരു ഷെയ് കൊണ്ട് മുൻകടന്നു എന്ന് പറയപ്പെടുകയില്ല. അപ്പോൾ ഇമാം എന്ത് ചെയ്തു, രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തേലേക്ക് കടക്കുമ്പോഴാണ്, മൂന്നാമത്തെ തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് ഈ മുഖ്തദി എന്ത് ചെയ്ത് രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നിസ്കാരം ബാത്തിലാകുന്നത് എന്ന് കാണല്ലി. അന്നൽ മുതാബാത്ത ഹുന, ഇവിടെ ഈ മുതാബാത്ത് ഇമാമിനെ പിൻപറ്റുക എന്നുള്ളത് ലാ തദ്ഹറു, അത് വെളിവാകൂല്ല, ഇല്ലാ ബി തക്ബീറാത്തി, ഇവിടെ തക്ബീറാത്തുകളെ കൊണ്ടല്ലാതെ വെളിവാകൂല. കാരണം ഇവിടെ റുക്കൂ സുജൂദൊന്നും അങ്ങനെ റക്അത്തുകളൊന്നും ഇല്ലല്ലോ. അപ്പം തക്ബീറാത്തുകളെ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് മുതാബാത്ത് ലാഹിറാകുന്നത്. അപ്പോൾ ഫകാന തഖല്ലുഫു ബി തക്ബീറത്തിൻ, അപ്പോൾ ഒരു തക്ബീറത്ത് കൊണ്ട് ഇമാമിനെ തൊട്ട് പിന്തി നിൽക്കുക എന്നത് അതായി എന്തായി, ഫാഹിഷൻ, അത് ഫാഹിഷായി. ഏതുപോലെ കഹുവ ബി റക്അത്തിൻ, മറ്റ് നിസ്കാരങ്ങളിൽ ഓരോ റക്അത്ത് കൊണ്ട് പിന്തുന്നത് പോലെ എന്ത് ചെയ്തു, ഇവിടെ അത് ഫാഹിഷായി. പിന്നെ വഖറജ ബി ഹത്താ കബ്ബറ, ഹത്താ കബ്ബറ, ഹത്താ കബ്ബറ എന്നാണ്, അതന്നെ ഹത്താ കബ്ബറ ഇമാമു, ഹത്താ കബ്ബറ എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു മാ ഒരു സൂറത്ത് എന്ത്, ലൗ തഖല്ലഫ, ആ മാമൂം മുഖ്തദി എന്ത് ചെയ്തു, പിന്തി, ബി റാബിയത്തി, നാലാമത്തെ തക്ബീർ കൊണ്ട് പിന്തി. എത്രത്തോളം? ഹത്താ സല്ലമ, ഈ ഇമാമ് സലാം വീട്ടുന്നത് വരെ. എന്നാൽ എന്താണ്, അവിടെ അത് ബാത്തിലാകൂല. കാരണം ഇമാമ് നാലാമത്തെ തക്ബീർ ചൊല്ലിയപ്പോൾ ഈ മാമൂം എന്താണ്, പിന്നെ മൂന്നാമത്തതിലാ, എന്നിട്ട് ഇമാമ് സലാം വീട്ടിയിട്ടും
ഈ മാമൂമ് നാലാമത്തെ തക്ബീർ ചൊല്ലിയില്ലെങ്കിൽ എന്താകൂല, ബാത്തിലാകൂല എന്നാണ് പറഞ്ഞത്. കാരണം പിന്നെ ഈ സലാം എന്നുള്ളത് അതിൻ്റെ കാരണം അതിലെന്തില്ല, നാലാമത്തെ തക്ബീറിന് ശേഷം ഒരു പിന്നെ ദിക്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് റക്കാത്ത് പോലെ അല്ല അത് എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഈ മഅ്മൂം എന്ത് ചെയ്താൽ മതി, പിന്നെ സലാമിന് ഇമാം സലാം വീട്ടിയതിന് ശേഷം ഈ നാലാമത്തെ തക്ബീർ കൊണ്ടുവന്നിട്ട് പിന്നെ സലാം വീട്ടിയാൽ മതി എന്നാണ് ഇപ്പോൾ ആ മത്തിൽ നിന്ന് എന്ത് ചെയ്തത്, ഇതിനെ ഖാരിജാക്കിയത്. എന്നാൽ ലാക്കിൻ ഖാലൽ ബാരിസിയു, അവിടെ ബാരിസി ഇമാമ് പറഞ്ഞു തബ്തുലു അയ്ളൻ, ഇങ്ങനത്തെ ഈ രൂപത്തിൽ എന്ത് ചെയ്യും, വീണ്ടും നിസ്കാരം ബാത്തിലാകുമെന്നാണ്. അക്കറഹുൽ അസ്നവിയു വൈറഹു, അസ്നവിയും അല്ലാത്തവരും ഈ ബാരിസിയുടെ പിന്നെ വാക്കിനെ പിന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി, ലി തസ്രീഹി തഅലീലി, ലി തസ്രീഹി തഅലീൽ മദ്കൂരി, പറയപ്പെട്ട ആ ഇല്ലത്ത് വ്യക്തമാക്കിയതിന് വേണ്ടി. എന്താണ് ഇല്ലത്ത്? ആണല്ലേ അന്നൽ മുതാബഅത്ത ലാ തദ്ഹറു ഇല്ലാ ബി തക്ബീറാത്തി എന്ന് പറഞ്ഞല്ലോ. മുതാബഅത്ത് തക്ബീറാത്ത് കൊണ്ടല്ലാതെ വെളിവാകുകയില്ല എന്നവിടെ ഇല്ലത്ത് പറഞ്ഞു. ആ പറഞ്ഞ ഇല്ലത്തിൽ നിന്ന് ശരീഹായതിനു വേണ്ടി. എന്ത് ശരിയായി? ബി അന്ന റാബിയത്ത, നാലാമത്തത് ക റക്അത്തിൻ, അതൊരു റക്അത്ത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നാലാമത്തതിനെ തൊട്ടും ഇവിടെ പിന്തി നിന്നാൽ ബാത്തിലാകും എന്നാണ് ബാരിസി ഇമാമൊക്കെ പറഞ്ഞത്. വദ്ദഅവൽ മുഹിമ്മാത്തി, എന്നാൽ മുഹിമ്മാത്തിന്റെ വാദം അന്ന അദമ വുജൂബി ദിക്രിൻ ഫീഹ, ഈ നാലാമത്തതിൽ ദിക്ർ നിർബന്ധമില്ല എന്നത് യുംഫി കൗനഹ ക റക്അത്തിൻ, പിന്നെ അത് ഈ നാലാമത്തത് ഒരു റക്അത്ത് പോലെയാണ് എന്നതിനെ നഫി ചെയ്യുന്നു എന്ന് പറഞ്ഞ വാദമാകുന്നത് മംനൂഅത്തുൻ, അത് തടയപ്പെട്ടതാണ്. നാലാമത്തതിൽ എന്തില്ല, ദിക്റുകളൊന്നും വുജൂബില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊരു റക്അത്ത് പോലെ അല്ല എന്ന ആ വാദം മംനൂഅാണ്. കൈഫ, അതെങ്ങനെയാണ് അത് റക്അത്ത് പോലെ അല്ലാതെ ആകുന്നത്? വൽ ഊല എന്നിലെ ഒന്നാമത്തെ തക്ബീർ ലാ യജിബു ഫീഹ ദിക്റുൻ, അതിലെന്തില്ല, ദിക്ർ നിർബന്ധമില്ല. അലാമ മറ, മുമ്പ് പറഞ്ഞ അനുസരിച്ച്, അതായത് മുമ്പ് മുസന്നിഫ് തസ്ഹീഹാക്കിയതനുസരിച്ച് ഒന്നാമത്തേതിൽ എന്തില്ല, ദിക്ർ നിർബന്ധമില്ല. ഒന്നാമത്തെ തക്ബീറിൽ ഇപ്പം ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ എന്നുള്ളത് ഒന്നാമത്തതല്ലാത്തതിൽ പിന്നെ ജായിസാകും എന്നാണ് എന്ത് ചെയ്തത്, മുസന്നിഫ് അവിടെ തസ്ഹീഹാക്കിയത്. നമ്മൾ അവിടെ പറഞ്ഞത് എന്ത്, ഖുൽതു തുജ്സി ഉൽ ഫാത്തിഹത്തു ബഅദ ഗൈരിൽ ഊല, ഒന്നാമത്തെ അല്ലാത്തതിന് ശേഷം എന്ത് ചെയ്യും, ഫാത്തിഹ മതിയാകും എന്ന് മുസന്നിഫ് അവിടെ തസ്ഹീഹാക്കിയായിരുന്നു. അപ്പം ഒന്നാമത്തിൽ തന്നെ നിർബന്ധം ഇല്ല. അപ്പോൾ പിന്നെ ആ ഒന്നാമത്തത് അതിൽ ദിക്ർ നിർബന്ധമില്ല അത്ത നിലയിൽ ആ ഒന്നാമത്തെ റക്അത്തിന് അത് ഒരു റക്അത്ത് പോലെയാണ്. അപ്പം പിന്നെ ഇവിടെ ദിക്ർ ഇല്ല, ദിക്ർ വുജൂബ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ നാലാമത്തത് റക്അത്ത് പോലെ അല്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് മുസന്നിഫ് പറയുന്നത്. പിന്നെ കാരണം ഇത്ലാഖിഹിം അൽ ബുത്ലാന ബി തഖല്ലുഫി ബിഹാ, ഒന്നാമത്തെ കൊണ്ട് പിന്തി നിന്ന് കഴിഞ്ഞാൽ ബാത്തിലാകുമെന്ന് അവർ ഇത്ലാഖാക്കിയതിന് വേണ്ടി. അവിടെ ഒരു എന്താണ് തഅമ്മുലുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഷെർവാനി പറയുന്നുണ്ട് യുതഅമ്മലു ഹാദൽ കലാമു,
ഇവിടെ ഇത്ലാഖിഹിമുൽ മുത്തലാന ബി തഖല്ലുബി ബിഹ, ഈ ഒന്നാമത്തെ തക്ബീർ കൊണ്ട് പിന്തൽ കൊണ്ട് ബാത്തിലാകുമെന്ന് അവർ ഇത്ലാഖാക്കിയെന്ന് പറഞ്ഞത് ആ കലാമിൽ ഒരു തഅമ്മുലുണ്ട്. കാരണം ഒന്നാമത്തെന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമ, അത് ഫലാ മാനലി തഖല്ലുബി ബിഹ, അതുകൊണ്ട് പിന്തുക എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല ഇല്ല അദമുൽ ഇഹ്റാമി, ഈ മുഖ്തദിയിൽ നിന്ന് ഇഹ്റാം ഉണ്ടായിട്ടില്ല എന്നല്ലേ. അപ്പോൾ അദമുൽ ഇഖ്തിദാ, ഈ പിൻപറ്റിയിട്ടില്ല എന്നുമാണ്. വക്കിലാഹുമ, ഇഹ്റാം ഇല്ലാതിരിക്കുക തുടരാതിരിക്കുക എന്നുള്ളത് ലാ ബുത്ലാന ബിഹി, അതുകൊണ്ട് പിന്നെ ബാത്തിൽ എന്ന് പറയാനില്ലല്ലോ, കമാഹു അലാഹിർ. അപ്പോൾ പറഞ്ഞ യുത്താമൽ സൂറത്ത് തഖല്ലിഫി ബിഹ, അപ്പോൾ ഈ ഒന്നാമത്ത് കൊണ്ട് പിന്തുക എന്ന് പറഞ്ഞ ആ സൂറത്ത് ചിന്തിക്കപ്പെടട്ടെ, അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ബസരി വക്തിസാറു അസ്ലി റൗദത്തി അല തഖല്ലുഫി ബി സാനിയത്തി അവി സാലിസത്തി, രണ്ടാമത്തെ കൊണ്ടും മൂന്നാമത്തെ കൊണ്ടും പിന്തുക എന്നതിന്റെ മേലാണ് റൗദ ഇഖ്തിസാർ ചെയ്തത്. അതുപോലെ ആദമി തഅറുബിഹി ലുലൂല, ഒന്നാമത്തേലേക്ക് തഅറുബ് ആയത്തുമില്ല. അത് മുഷ്ഇറും ബി മുഗായറത്തിഹ ഫിൽ ഹുക്മി ബി തക്ബീറത്തൈനി, അതെന്താണ് രണ്ട് മറ്റ് തക്ബീറുകളുള്ള ഹുക്മിനോട് ഇത് എന്താണ് മുഗായറത്താണ് എന്നുകൊണ്ട് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ അപ്പം പിന്നെ എന്തായിരിക്കും ബിനാജർ തങ്ങൾ അങ്ങനെ പറഞ്ഞേ? അല്ലാഹു അഅലം. പിന്നെ അപ്പോൾ ലി ഇത്ലാഖിഹിൽ ബുത്ലാന ബി തഖല്ലുഫി ബിഹ, ആ ഒന്നാമത്തത് കൊണ്ട് പിന്തൽ കൊണ്ട് ബാത്തിലാക്കുമെന്ന ഒരു ഇത്ലാഖാക്കിയതിന് വേണ്ടിയിട്ടും വലൻ യബ്നുഹു അലൽ ഖിലാഫി ഫി ദിക്രിഹ, ഒന്നാമത്തേലുള്ള ദിക്റിലുള്ള ഖിലാഫിന്മേൽ അതിനെ അവരെന്ത് ചെയ്തിട്ടില്ല, ആ ബുത്ലാനെ അവരെടുത്തിട്ടുമില്ല. കാരണം ഒന്നാമത്തേലുള്ള ദിക്ർ ആ ഒന്നാമത്തെ തക്ബീർ തന്നെ ചെല്ലണോ അല്ല അതിന് ശേഷം ഉള്ള ചെല്ലണമുള്ള ഖിലാഫുണ്ടല്ലോ. അവിടെ മുസന്നിഫ് തസ്ബീഹാക്കിയത് ഒന്നാമത്തേന് ശേഷമുള്ളതിൽ ചെല്ലിയാൽ മതി എന്നാണല്ലോ. അപ്പോൾ ആ ഖിലാഫിന്മേൽ എന്ത് ചെയ്തിട്ടില്ല, ഇവിടുത്തെ ഈ ബുത്ലാനെ അവരെടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞത് നാലാമത്തത് ഒരു ദിക്റില്ലാത്തത് കൊണ്ട് അത് റക്കാത്ത് പോലെ അല്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇവിടെ മുസന്നിഫ് പറഞ്ഞത്. അമ്മാ ഇദാ തഖല്ലഫ ബി ഉദ്രിൻ, അപ്പോൾ ഇനി കാരണത്തോടു കൂടെയാണ് എന്ത് ചെയ്തത് ഈ മുഖ്തദി പിന്തിയത് എങ്കിൽ, ഇതുപോലെ നിസിയാനിൻ വ ബുതിയ ഖിറാഅത്തിൻ വ ആദമി സമാഇ തക്ബീരിൻ, മറന്നിട്ടോ അല്ലെങ്കിൽ ഖിറാഅത്ത് ബത്തി ആയതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് തക്ബീർ കേൾക്കാതെ ആയതിനു വേണ്ടിയിട്ടോ, അപ്പോൾ കഥാ ജഹലിന് ഇപ്രകാരം തന്നെ എന്താണ് അറിയാത്തത് കൊണ്ട് ജഹല് കൊണ്ട് അങ്ങനെ പിന്തിയതാണ്. എന്നാൽ ഉദ്റ ബിഹി ഫീമാ യദ്ഹറു, വാഹിറായ അഭിപ്രായം അനുസരിച്ച് അതുകൊണ്ട് എന്ത് ചെയ്യും, ഉദ്ർ നൽകപ്പെടും. അപ്പോൾ ഫലാ ബുത്ലാന, അപ്പോൾ ബാത്തിലാകുകയില്ല. അപ്പോൾ യുറായി അവൻ എന്ത് ചെയ്യണം, നദ്മ സലാത്തി നഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സിന്റെ സലാത്തിന്റെ ഘടന അനുസരിച്ച് മുറാഅത്ത് ചെയ്യണം. ഖാലൽ ഉസ്സിയു, അവിടെ ഉസ്സി ഇമാം പറഞ്ഞു, ലാക്കിൻ പക്ഷേ ഹൽ ലഹു ലാബിത്തുൻ കമാ ഫി സലാത്തി, ഇവിടെ എന്താണ് പിന്നെ ഒരു ലബത്ത് പറയാനുണ്ടോ നിസ്കാരത്തിലുള്ളത് പോലെ, ഇങ്ങനെ പിന്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉദർ കൊണ്ട് പിന്തുകയാണെങ്കിൽ നിസ്കാരത്തിലിപ്പോൾ തവീലായ 3 റുക്നുകളെ കൊണ്ട് പിന്താം എന്ന് ലബത്ത് പറയുന്നുണ്ട്. അതേപോലെ വല്ല ലബത്ത് വല്ലതും ഇവിടെ പറയാനുണ്ടോ? ലം അറ ഫീഹി ഷൈഅ, അവിടെ എന്ത് ചെയ്തില്ല, അതിൽ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് ഇമാമു പറയുന്നു. ഇന്തഹ. ഇനി വയൽഹറുൽ ജരിയു അലാ നളിമി നഫ്സിഹി, ഇവിടെ അവൻ്റെ നഫ്സിൻ്റെ ഘടന അനുസരിച്ച് നിസ്കാരത്തിൻ്റെ ഘടന അനുസരിച്ച് നടക്കണം എന്നത് ലാഹിറാണ് മുത്തലഖൻ. അത് മുത്തലഖൻ, അത് ഒരു തക്ബീർ കൊണ്ട് ബിന്ദത്തെ അല്ല ഒന്നിലധികം തക്ബീർ കൊണ്ട് ബിന്ദത്തെ, എങ്ങനെയായാലും അവൻ്റെ നിസ്കാരത്തിൻ്റെ ഘടന അനുസരിച്ച് എന്ത് ചെയ്യണം, ഈ ഉദുറ് കൊണ്ട് ബിന്ദിയവൻ അങ്ങനെ പോകണം. ഇമാം അറ എന്തിനു വേണ്ടി
ലിമാ മറ അന്ന തെക്കിബീറത്ത് ബി മൻസിലത്ത് റക്കാത്തി ഒരു റക്കാത്തിന്റെ സ്ഥാനത്താണ് എന്നതിന് വേണ്ടി. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? ഇവന്റെ നിസ്കാരത്തിന്റെ അതുമനുസരിച്ച് ചെയ്യണം. ഏതൊരു വക്കാതു ഫുഖഹാക്കൾ പറഞ്ഞു ബാദ തക്ബീറത്തി, പിന്നെ ഒരു തക്ബീർ കൊണ്ട് പിന്തിയതിന് ശേഷം ഇവിടെ ഒരു തക്ബീർ കൊണ്ട് പിന്തിയതിന് ശേഷം ഉദറോടുകൂടെ ഒരു തക്ബീർ കൊണ്ട് പിന്തിയതിന് ശേഷം അന്നഹു യജിരി അല നളിമി നഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ നളിമിന്മേൽ അവൻ സഞ്ചരിക്കണം, നടക്കണം. വ ബഅദ റക്അത്തി ഫി സലാത്തി, എന്നാൽ നിസ്കാരത്തിൽ ഒരു റക്അത്തിന് ശേഷമാണെങ്കിലോ ലാ യജിരി അല നഫ്സി നളിമിഹി, അവിടെ ഒരു റക്അത്തിന് കൊണ്ട് ബിന്ദുവാണെങ്കിൽ അവൻ്റെ നഫ്സിൻ്റെ ഇതനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാനും പാടില്ല. അപ്പോൾ വഫ്തറക്ക, അപ്പോൾ അതും പിന്നെ നിസ്കാരത്തിലെ ഒരു റക്അത്തും ഈ ജനാസ നിസ്കാരത്തിലെ ഒരു തക്ബീറത്തും തമ്മിൽ എന്തായി? ഫർക്കുണ്ടായി. അപ്പോൾ നിസ്കാരത്തിലെ ഒരു റക്അത്ത് കൊണ്ട് ബിന്ദി അവൻ്റെ അനുസരിച്ച് പോകാൻ പാടില്ല. ജനാസ നിസ്കാരത്തിലെ ഒരു തക്ബീറത്ത് കൊണ്ട് എന്ത് ചെയ്തു? അതിനോടുകൂടെ പിന്നെ ഇതായി കഴിഞ്ഞാൽ, ബിന്ദി കഴിഞ്ഞാൽ അവൻ്റെ അനുസരിച്ച് പോവുകയും ചെയ്യാം. വക്കാന വജുഹുഹു, അപ്പോൾ അതിനൊരു വജുഹ് പറയുന്നത് അന്നഹു ലാ മുഖാലഫത്ത ഹുന, അന്നഹു ലാ മുഖാലഫത്ത ഹുന ഫാഹിഷത്തൻ ഫി ജരീഹി അല നളിമി നഫ്സിഹി മുത്ലഖൻ. ഇവിടെ മയ്യത്ത് നിസ്കാരത്തിൽ അവൻ്റെ നഫ്സിൻ്റെ നളിമിൻ്റെ മേൽ നടക്കുന്നതിൽ എന്തില്ല? ഒരു ഫാഹിഷായ മുഖാലഫത്തില്ല. മുത്തലക്കൻ, അത് ഒരു തക്ബീറത്ത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നിലേറെ തക്ബീറത്ത് കൊണ്ടോ പിന്തുന്നതായാലും എന്തില്ല, ഇവിടെ ഒരു മുഖാലഫത്തില്ല. ബി ഖിലാഫിഹി, പക്ഷേ ആ നിസ്കാരത്തിൻ്റെ ഒരു റക്കാത്തിനെതിരായിട്ട്, ഈ ഖിലാഫിഹി തമ്മ ആ പിന്നെ മുഖാലഫത്തിനെതിരായിട്ട് അല്ല, പിന്തലിനെതിരായിട്ട് എവിടെ സമ്മ, എവിടെ ആ നിസ്കാരത്തിൽ പിന്തുന്നതിന് ഒരു റക്കാത്ത് കൊണ്ട് പിന്തുന്നതിനെതിരായിട്ട് അവിടെ എന്താണ്? അവിടുത്തെ അത് പിന്നെ മുഖാലഫത്താണ്, ഫാഹിഷായ മുഖാലഫത്താണ്. അപ്പോൾ അതാണ് ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഫർക്ക്. ഇനി അപ്പം എന്താ പറഞ്ഞതിപ്പം? അപ്പോൾ ജനാസ നിസ്കാരത്തിൽ ഉദറോടുകൂടെ ഒരു തക്ബീറോ അല്ലെങ്കിൽ ഒന്നിലേറെ തക്ബീറോ കൊണ്ടോ ഉദറോടുകൂടെ പിന്തിയാലും അവൻ്റെ നിസ്കാരത്തിൻ്റെ അതുമനുസരിച്ച് നടക്കണം. എന്നാൽ നമ്മുടെ നിസ്കാരങ്ങളിലാണെങ്കിൽ ഒരു റക്അത്ത് കൊണ്ട് അങ്ങനെ പിന്തിയാൽ അവൻ്റെ അതുമനുസരിച്ച് നടക്കുകയും ചെയ്യരുത്. കാരണം അതിന് കാരണം പറഞ്ഞ ആ ഒരു വജുഹ് പറഞ്ഞത് ഇവിടെ ആകുമ്പോൾ ഫിഹ്ഷ് മുഖാലഫത്ത് ഫിഹ്ഷ് അല്ല, പക്ഷേ നിസ്കാരത്തിലാണെങ്കിൽ എന്താണ്? അത് പിന്നെ ഫിഹ്ഷുമാണ്. അതുകൊണ്ടാണ്. ഇനി ഉമ്മ വക്കാലി ഷാരിഇൻ, ഏതോ ഒരു ഷാരിഇൻ എന്ത് ചെയ്തു? വാക്കിയായി പറഞ്ഞു, സംഭവിച്ചു. അന്നൻ നാസിയ, മറന്ന ആള് യുഅ്തഫറു ലഹു അത്തഅഖുറു ബി വാഹിദത്തിൻ, അവർക്ക് ഒരു തക്ബീർ കൊണ്ട് പിന്തൽ എന്താണ്? അഫു ചെയ്യപ്പെടുന്നതാണ്, പൊറുക്കപ്പെടുന്നതാണ്. ലാ ബിസിന്തൈനി, രണ്ട് തക്ബീർ കൊണ്ട് പിന്തിയാൽ പൊറുക്കപ്പെടുകയില്ല എന്നൊരു ഷാരിഇന് വാക്കിയായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദക്കറഹു ഷെയ്ഖുന, ആ ഷാരിഖ് പറഞ്ഞതിനെ ഷെയ്ഖുന സക്കീൽ അൻസാരി റഹ്മഹുല്ലാ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഷറഹി മൻഹജിഹി, ഷറഹി മൻഹജിലും ഓയിരിഹി അല്ലാത്തതിലും പറഞ്ഞിട്ടുണ്ട്. തബറി മിൻഹു, ആ പിന്നെ ഷാരിഹിൻ്റെ ആ വാക്കിൽ നിന്ന് തബറി ആകലോടുകൂടെ തന്നെയാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് കാല, എന്നിട്ട് ഷെയ്ഖുന അവിടെ പറഞ്ഞ് അലാ മഖ്തല്ലാഹു കലാമുഹും എന്ന് പറഞ്ഞ് തബരിയുടെ സീക പറഞ്ഞിട്ടുണ്ട്. ഏത് ഷെയ്ഖുന അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദഹ. ഇനി അവിടെ കേട്ടോ, വൽ വജുഹു അദമുൽ ബുത്ലാനി മുത്ലഖൻ, ഇവിടെ ബാത്തിലാകുകയില്ല എന്ന് പറഞ്ഞത്
അവിടെ കേട്ടാ പിന്നെ വായിക്കും. നാസി മറന്നവന് ഒരു തക്ബീർ കൊണ്ട് മറന്നാൽ എന്ത് ചെയ്യും? പൊറുക്കപ്പെടും, ബാത്തിലാകില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വജിഹ് പറയാണ്. പിന്നെ വായിക്കും.